ജീസസ് വോയിസിന്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഓരോ എപ്പിസോഡിലും ദൈവം വലിയ അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങളുടെ ജീവിതം തന്നെ ദൈവം ഒരു അത്ഭുതമാക്കി മാറ്റാൻ പോകും. ഇന്നത്തെ വചനം അത് ഭയങ്കര ബ്ലെസ്സിങ് ആയിരിക്കും. നിങ്ങളുടെ ജീവിതത്തെ ഈ വചനം മാറ്റി മറിക്കും. ഈ വചനം നിങ്ങളുടെ മുമ്പിൽ എത്താൻ കാരണം ഒരു ഫാമിലിയാണ്. ആ ഫാമിലിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ഞാൻ ആദ്യം ആ ഫാമിലിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ വചന ശുശ്രൂഷ ആരംഭിക്കാം. നിങ്ങൾ എല്ലാവരും കണ്ണുകൾ അടച്ച് ആ സ്പോൺസർ ചെയ്ത ഫാമിലിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവവചനം ഈ പ്രേക്ഷകരുടെ മുമ്പിൽ എത്തിക്കുവാൻ ഇതിനു മുമ്പിൽ പണം മുടക്കിയ ഈ ഫാമിലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവം അവരുടെ ആവശ്യം അറിഞ്ഞ് പ്രവർത്തിക്കണം. അവർ ഏതു കാര്യം മനസ്സിൽ കണ്ടുകൊണ്ട് ഈ TV പ്രോഗ്രാം സ്പോൺസർ ചെയ്തോ ആ വിഷയത്തിന്മേൽ അത്ഭുതങ്ങൾ നടക്കണം. എന്നോട് ചേർന്ന് ജനലക്ഷങ്ങൾ പല രാജ്യങ്ങളിൽ ഇരുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവരെ ഞങ്ങൾ ബ്ലസ് ചെയ്യുന്നു. കർത്താവ് അനുഗ്രഹിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. നമുക്ക് ദൈവവചനത്തിലേക്ക് പോകാം. പരിശുദ്ധാത്മാവ് ശക്തമായി ഇന്ന് നമ്മളോട് സംസാരിക്കും. പ്രാർത്ഥനയോടെ ആയിരിക്കാം. ഇതൊരു അത്ഭുതത്തിന്റെ ദിവസം അത്രേ. വേദപുസ്തകത്തിൽ നിന്ന് ബൈബിൾ നമുക്കൊരു വാക്യം വായിക്കാം. എബ്രായ ലേഖനം 13-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം. ആകയാൽ കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കയില്ല. മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യും എന്ന് നമുക്ക് ധൈര്യത്തോടെ പറയാം. ആകയാൽ കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കയില്ല. മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യുമെന്ന് നമുക്ക് ധൈര്യത്തോടെ പറയാം. കർത്താവ് തുണയായിട്ടുള്ള ഒരു വ്യക്തിക്ക് ഒന്നിനെയും ഭയപ്പെടേണ്ട കാര്യമില്ല. എബ്രായ ലേഖനത്തിൽ പറഞ്ഞിരിക്കുകയാണ്, ആകയാൽ കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കയില്ല. ഏതു മനുഷ്യന്റെയും വ്യക്തിപരമായ ജീവിതത്തിലോ അല്ലെ സമൂഹത്തിലോ ജീവിക്കുന്ന ഏത് വ്യക്തിയും ഒന്നിനെ അല്ലെങ്കിൽ മറ്റൊന്നിനെ ഭയപ്പെടുന്നു. ചിലർക്ക് മരണത്തെ പേടിയാണ്, ചിലർക്ക് പലതിനെ പേടിയാണ്. ഒരു ദൈവദാസൻ പ്രസംഗിക്കുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം കോട്ടയത്തെ ഫാസ്റ്റിംഗ് പ്രയർ കേട്ടു. ഒരു വലിയ മനുഷ്യൻ, ആരോഗ്യ ദൃഢഗാത്രനായ ഒരു വ്യക്തി, അദ്ദേഹത്തോട് എല്ലാവരോടും പേടിയുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഒരു കാര്യത്തിന് അല്ലെങ്കിൽ മറ്റൊരു കാര്യത്തിന് പേടിയുണ്ടെന്ന് പറഞ്ഞു. മരണത്തെ പേടിയുള്ള ആരുണ്ട് ഇവിടെ എന്ന് ചോദിച്ചപ്പോൾ എല്ലാവർക്കും പേടിയാണ്. എന്നാൽ ഈ വ്യക്തി എഴുന്നേറ്റ് പറഞ്ഞു, എനിക്ക് മരണത്തെ ഭയമില്ല. അപ്പൊ പ്രസംഗിച്ച പാസ്റ്റർ പറഞ്ഞു, എനിക്ക് പോലും മരണത്തെ പേടിയാണല്ലോ, പക്ഷേ സാറിന് ആരെപ്പോഴും പേടിയില്ലെന്ന് ചോദിച്ചപ്പോൾ, ബ്രദറിന് ആരെയും പേടിയില്ലെന്ന് ചോദിച്ചപ്പോൾ ആ വ്യക്തി പറഞ്ഞു, എനിക്ക് ഭാര്യയെ പേടിയാണ്. ഏത് കാര്യത്തിനും ഒരു കാര്യത്തിന് അല്ലെങ്കിൽ മറ്റൊരു കാര്യത്തിന് ആൾക്കാർ ഭയപ്പെടുന്നു. ഒന്നുകിൽ ഭാര്യയെ പേടിയാണ്, അല്ലെങ്കിൽ ഭർത്താവിനെ പേടിയാണ്, അല്ലെങ്കിൽ അമ്മാവിയമ്മയെ പേടിയാണ്, അല്ലെങ്കിൽ സഹോദരങ്ങളെ പേടിയാണ്, അല്ലെങ്കിൽ ഇരുട്ടിനെ ഭയമാണ്. ഒന്നിനെ അല്ലെങ്കിൽ മറ്റൊന്നിനെ ഭയപ്പെടുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. എന്നാൽ പരിശുദ്ധാത്മാവ് എഴുതി വച്ചിരിക്കുകയാണ്, ആകയാൽ കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കയില്ല. മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യും? പ്രിയ ദൈവപൈതലേ, നീ ഏതെങ്കിലും വിഷയത്തിൽ ഭയപ്പെട്ടാണ് ഇവിടെ വന്നിരിക്കുന്നതെങ്കിൽ നിന്നെ കൈക്ക് പിടിക്കുവാനായിട്ട് ഇവിടെ ഒരാൾ ഇറങ്ങി വന്നിട്ടുണ്ട്. അവന്റെ പേരാണ് നസ്രേനായ യേശു. അവൻ സർവശക്തനായ ദൈവമാണ്. അവനെ കൊണ്ട് അസാധ്യമായ ഒരു കാര്യവുമില്ല. നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. നീ ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാണ്. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. എന്റെ നീതിയുള്ള വലങ്കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. നിന്നെ താങ്ങി പിടിക്കുവാനോ, നിന്നെ ഉയർത്തിപ്പിടിക്കുവാനോ, നിന്നെ പൊക്കി പിടിക്കുവാനോ, നിനക്ക് കൈത്താങ്ങൽ തരുവാനോ ആരുമില്ലാതെ വേദനിച്ചാണ് നീ ഓയസ്റ്ററിൽ കയറിയെങ്കിൽ പരിശുദ്ധാത്മാവ് നിന്നോട് പറയാ, നീ ഭയപ്പെടണ്ട. ആമേൻ. ഈ വേദപുസ്തകത്തിൽ 365 പ്രാവശ്യമോ 366 പ്രാവശ്യമോ ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. കാര്യം എന്താണ്? നമ്മുടെ കർത്താവിനറിയാം നമ്മൾ ഭയമുള്ളവരാണെന്ന്. ആമേൻ. കർത്താവ് സ്വർഗാരോഹണം ചെയ്തു കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാർ ഭയപ്പെട്ട് ഒളിച്ചിരുന്നു. ഭയപ്പെട്ടവർ അവരുടെ അരുമനാഥനായ കർത്താവ് പോയല്ലോ, ഇനി ഞങ്ങളുടെ കാര്യം എന്തായി തീരുമെന്ന് ഭയപ്പെട്ടിരുന്ന ശിഷ്യന്മാരുടെ നടുവിൽ വന്നിട്ട് കർത്താവ് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. അപ്പൊ ശിഷ്യന്മാർ വരെയും പേടിച്ചു പോയി. എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന് പറയാണ്, ആമേൻ, ആകയാൽ കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കയില്ല.
മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യും? കർത്താവ് തുണയായിട്ടുള്ള വ്യക്തി ഒന്നിനെ കുറിച്ച് ഭയപ്പെടേണ്ടില്ല. ഈ വേദപുസ്തകം വായിച്ചാൽ, ഈ ബൈബിൾ ഉടനീളം നിങ്ങൾ പരിശോധിച്ചാൽ, അനേക വ്യക്തികൾ കർത്താവിന്റെ കൈക്ക് പിടിച്ചിട്ട്, കർത്താവ് അവരുടെ കൈക്ക് പിടിച്ചിട്ട്, കർത്താവ് തുണയായി നിന്നിട്ട് അവർ ജീവിതത്തിലോ അവരുടെ കർത്താവിനെ അനുഗമിച്ച കാലഘട്ടങ്ങളിൽ അത്ഭുതകരമായിട്ട് രക്ഷപ്പെട്ടത്, അത്ഭുതകരമായിട്ട് കർത്താവ് അവരെ വിടുവിച്ചത് ഈ ബൈബിളിൽ നമുക്ക് വായിക്കുവാൻ സാധിക്കും. ദൈവമായ കർത്താവ് നമ്മെ നടത്തുന്നത് അത്ഭുതങ്ങളിൽ കൂടിയാണ്. കർത്താവ് തുണയായി നിന്ന് ജീവിച്ച അനേക ഭക്തന്മാരുടെ ചരിത്രം ഈ ദൈവവചനത്തിലുണ്ട്. ഹല്ലേലൂയ. ആകയാൽ കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കത്തില്ല, മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യും? നിരവധി അനവധി സന്ദർഭങ്ങളിൽ നീ ഭാരപ്പെട്ട് വേദനിച്ചിട്ട് നിന്റെ ബന്ധുക്കളോടോ ചാർച്ചക്കാരോടോ നിനക്ക് പറയുവാൻ കഴിയാതെ എന്റെ കർത്താവിന്റെ മുൻപിൽ നിലവിളിച്ച വ്യക്തി ജീവിതമേ, നിന്നെ വിടുവിപ്പാൻ എന്റെ കർത്താവ് ഇവിടെ വന്നിട്ടുണ്ട്. പരിശുദ്ധാത്മാവിന്റെ വലിയ സാന്നിധ്യം ഞാൻ ഇവിടെ അനുഭവിക്കുന്നു. ഈ ഓഡിറ്റോറിയം മുതൽ മുഴുവൻ പരിശുദ്ധാത്മാവ് ഇറങ്ങി നടക്കുകയാണ്. ദൈവ സാന്നിധ്യം അനുഭവിക്കുന്ന ദൈവമക്കൾ കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ കർത്താവ് അത്ഭുതങ്ങളുടെ ദൈവമാണ്. അവൻ വാക്കിനാൽ, ആമേൻ, ഒറ്റ വാക്കിനാൽ സകലത്തെയും വിളിച്ചു വരുത്തിയിട്ട് ഈ ഭൂമിയിൽ അടക്കി വാഴുവാൻ ഇവിടെ നമ്മെ ആക്കിയിരിക്കുന്നത് എന്റെ കർത്താവിനെ ആരാധിക്കാനാണ്. നീ ഭയപ്പെട്ട് ഒളിച്ചിരിക്കാനല്ല. കെരുത്ത് തോട്ടിനരികെ ഭയപ്പെട്ട് ഒളിച്ചിരുന്ന പ്രവാചകന്റെ അടുത്തോട്ട് എന്റെ കർത്താവിന്റെ ശബ്ദമുണ്ടായി. എന്താണ്? ഞാൻ നിനക്ക് വേണ്ടി കാക്കയെ അയക്കും. നിനക്ക് ജീവിതത്തിൽ ഇന്നും നിനക്ക് മുൻപോട്ട് പോകാൻ പറ്റാതെ നീ ഭയപ്പെട്ട് ഒളിച്ചാണോ ഇവിടെ വന്നിരിക്കുന്നത്? നിന്നെ പരസ്യമായി നിർത്തുവാൻ എന്റെ കർത്താവ് ഇവിടെ വന്നിട്ടുണ്ട്. പ്രിയപ്പെട്ട ദൈവവൈതലേ, മറ്റുള്ള സമൂഹത്തെ ഭയപ്പെട്ടാരെങ്കിലും ഭയപ്പെടുന്ന ചില വ്യക്തികളെ ദൈവാത്മാവിനെ കാണിക്കുകയാണ്. ഭയപ്പെടുന്ന വ്യക്തികൾ സമൂഹത്തെയോ മറ്റുള്ളവരെ ഭയപ്പെട്ടിട്ട് ഒളിച്ചാണ് നീ ഓയസ്റ്ററിൽ വന്നിരിക്കുന്നെങ്കിൽ കർത്താവ് നിനക്ക് തുണയുണ്ട്. നീ ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല, നീ ആരെയും ഭയപ്പെടേണ്ട ആവശ്യമില്ല. ആമേൻ. സംഖ്യാപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, ആമേൻ, ന്യായവിസ്താരത്തിൽ മുഖം നോക്കാത്ത ദൈവം ചെറിയവന്റെയും വലിയവന്റെയും കാര്യം ഒരുപോലെ കേൾക്കുന്നയോ. അവിടെ എഴുതി വെച്ചിരിക്കുക, നീ മനുഷ്യനെ ഭയപ്പെടരുത്. പലപ്പോഴും മനുഷ്യനെ ഭയപ്പെട്ടിട്ട് ദൈവത്തെ പോലും ചിലർക്ക് പേടിയില്ല, എന്നാൽ മനുഷ്യനെയാണ് പേടി. മനുഷ്യനെ ഭയപ്പെടരുത്. നിനക്കധികം പ്രയാസമുള്ളത് എൻ്റെ അടുക്കൽ കൊണ്ടുവാ, ഞാനത് തീർക്കും. പരിശുദ്ധാത്മാവൻ നിന്നോട് പറയാനുള്ളത്, നിനക്ക് പറ്റാത്തത്, നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത നുകങ്ങൾ നീ ദൈവസന്നിധിയിൽ ഇറക്കി വെക്കുന്നെങ്കിൽ കർത്താവ് നിന്റെ പ്രാർത്ഥന കേട്ട് നിനക്ക് ഉത്തരമല്ലും. പരിശുദ്ധാത്മാവ്, ഹല്ലേലൂയ. ആകയാൽ കർത്താവ് എനിക്ക് തുണ. നിനക്കാരും തുണയായിട്ടില്ലെങ്കിലും കർത്താവ് നിനക്ക് തുണയായിട്ടുണ്ട്. അവൻ നിന്നെ കാണുന്ന ദൈവമാ, അവൻ നിന്നെ അറിയുന്ന ദൈവമാ. നിനക്ക് മറ്റൊരാളുടെ കയ്യിൽ മുറുകെ പിടിക്കാനില്ലെങ്കിൽ, മറ്റൊരാളോട് നിന്റെ കാര്യങ്ങൾ പറഞ്ഞിട്ട് നിനക്ക് അതിന് വ്യക്തമായ മറുപടി ലഭിച്ചിട്ടില്ലെങ്കിൽ, പ്രിയ പൈതലേ, നീ ഭാരപ്പെടണ്ട. എന്റെ കർത്താവിന്റെ സന്നിധിയിൽ നീ മുട്ടുമടക്കിക്കോ. അവൻ നിന്നെ സഹായിക്കുന്ന ദൈവമാ. ആകയാൽ കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കയില്ല, മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യും? ഒരു വാക്യം നമുക്ക് വായിക്കാം. ദാനിയേൽ പ്രവചനം 6-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം. ദാനിയേൽ പ്രവചനം 6-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം. എന്നാൽ രേഖ എഴുതിയിരിക്കുന്നു എന്ന് ദാനിയേൽ അറിഞ്ഞപ്പോൾ അവൻ വീട്ടിൽ ചെന്നു. അവന്റെ മാളിക മുറിയുടെ കിളിവാതിൽ യെരൂശലേമിന് നേരെ തുറന്നിരുന്നു. താൻ മുമ്പേ ചെയ്തു വന്നതുപോലെ ദിവസം 3 പ്രാവശ്യം മുട്ടുകുത്തി തന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്തു. എന്നാൽ രേഖ എഴുതിയിരിക്കുന്നെന്ന് ദാനിയേൽ അറിഞ്ഞപ്പോൾ അവൻ വീട്ടിൽ ചെന്ന് അവന്റെ മാളിക മുറിയുടെ കിളിവാതിൽ യെരൂശലേമിന് നേരെ തുറന്നിട്ടു. താൻ മുൻപേ ചെയ്തു വന്നതുപോലെ ദിവസം 3 പ്രാവശ്യം മുട്ടുകുത്തി പ്രാർത്ഥിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്തു. ദാനിയേലിന്റെ പ്രവചനത്തിൽ എഴുതിയിരിക്കുന്ന വാക്യമാ. ദാനിയേലിനെതിരെ എഴുതിയിരുന്ന രേഖ മരണരേഖയാണ്. എന്നാൽ ദാനിയേൽ പേടിയില്ലാതെ ദൈവത്തിന്റെ മുൻപിൽ പ്രാർത്ഥിക്കുവാനായിട്ട് തീരുമാനിച്ചു. രേഖ എഴുതിയിരിക്കുന്നെന്ന് വായിച്ചേ മാമേ. എന്നാൽ രേഖ എഴുതിയിരിക്കുന്നു എന്ന് ദാനിയേൽ അറിഞ്ഞപ്പോൾ അവൻ വീട്ടിൽ ചെന്ന് അവന്റെ മാളിക മുറിയുടെ കിളിവാതിൽ യെരൂശലേമിന് നേരെ തുറന്നിരുന്നു. താൻ മുമ്പേ ചെയ്തു വന്നതുപോലെ ദിവസം 3 പ്രാവശ്യം മുട്ടുകുത്തി തന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്തു. രേഖ എഴുതിയിരിക്കുന്ന ദാനിയേൽ അറിഞ്ഞപ്പോൾ താൻ വീട്ടിൽ ചെന്ന് യെരൂശലേമിന് നേരെ തന്റെ വീടിന്റെ കിളിവാതിൽ തുറന്നിട്ടുകൊണ്ട് താൻ മുൻപേ ചെയ്തിരുന്നത് പോലെ പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്തു. ദാനിയേലിനെതിരെ ഒരു രേഖ എഴുതി. അതെന്താണ്? തന്റെ ജീവനെ എടുത്തു കളയുവാനുള്ള രേഖയാണ് എഴുതിയത്. പ്രിയപ്പെട്ട ദൈവ പൈതങ്ങളെ, നിങ്ങൾ ഇന്ന് ഈ ഓയസ്റ്ററിൽ പ്രവേശിച്ചത്
നിനക്കെതിരായിട്ട് ശത്രു എഴുതിയ സകല രേഖയും അസാധുവാക്കി കളയുന്ന ദൈവത്തിന്റെ സാന്നിധ്യം ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. പല രേഖകൾ നിനക്കെതിരെ എഴുതി, നിന്റെ കുടുംബത്തിനെതിരെ, നിന്റെ തലമുറകൾക്കെതിരെ, നിന്റെ വ്യക്തിപരമായ ജീവിതത്തിനെതിരെ, നിന്റെ സമ്പത്തിനെതിരെ, നിന്റെ തലമുറയുടെ വിദ്യാഭ്യാസത്തിനെതിരെ, ആമേൻ, അതിന്റെ ഉന്നതിക്കെതിരെ ശത്രു നിന്റെ ജീവിതത്തിൽ എഴുതിയ സകല രേഖകളും യേശുവിന്റെ നാമത്തിൽ നിന്ന് ക്യാൻസൽ ചെയ്യുകയാണ്. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തിക്കായി നിന്നെ സമർപ്പിക്കുന്നെങ്കിൽ നിനക്കെതിരെ എഴുതിയ സകല രേഖകളും ഇന്ന് പരിശുദ്ധാത്മാവ് തിരുത്താൻ പോകുക. നിനക്കെതിരെ ശത്രു മരണരേഖ എഴുതിയെങ്കിൽ അത് ജീവന്റെ രേഖയായിട്ട് ആത്മാവ് നിനക്ക് വേണ്ടി എഴുതാൻ പോകുക. നിന്റെ കടബാധ്യതയുടെ രേഖ മായ്ച്ചു കളഞ്ഞിട്ട് നിന്നെ സമൃദ്ധിയുടെ രേഖയിലേക്ക് പരിശുദ്ധാത്മാവ് നിനക്ക് വേണ്ടി ഇന്ന് പുതിയതൊന്ന് എഴുതാൻ പോകുക. ഞാൻ നിനക്ക് വേണ്ടി പുതിയതൊന്ന് ചെയ്യുന്നു. ഇന്ന് വരെ നീ ചെയ്തതോ, ഇന്ന് വരെ നീ പ്രവർത്തിച്ചതോ, ഇന്ന് വരെ നീ കണ്ടതോ അല്ല. പരിശുദ്ധാത്മാവ് നിന്നോട് പറയുക, ഈ ഓഡിറ്റോറിയത്തിൽ കൂടി ദൈവസാന്നിധ്യം ഒഴുകുന്നത് ഞാൻ ആത്മാവിൽ കാണുന്നു. ദൂതന്മാർ കയറിയിറങ്ങുന്നു. ശത്രു നിനക്കെതിരെ എഴുതിയ സകല രേഖകളും ഇന്ന് ആത്മാവ് പുതിയതൊന്ന് എഴുതാൻ പോകുക. ഞാൻ നിനക്ക് വേണ്ടി പുതിയതൊന്ന് എഴുതുന്നു. കുടുംബജീവിതം തകർന്ന വ്യക്തികൾ ഈ ആലയത്തിൽ വന്നിട്ടുണ്ട്, ഈ കൺവെൻഷൻ സെന്ററിൽ വന്നിട്ടുണ്ട്. ആത്മാവ് പറയുന്നു, നിന്റെ രേഖയെന്ന് തിരുത്താൻ പോകുക. ഇന്നലെ വരെ നീ തകർന്ന് ഇനി ഒരിക്കലും എനിക്ക് മുൻപോട്ട് പോകാൻ പറ്റത്തില്ല, ഞാൻ എങ്ങനെ ഈ പ്രതിസന്ധി ചാടിക്കടക്കുമെന്ന് വേദനയോടെ വന്ന വ്യക്തി ജീവിതമേ ആത്മാവ് കാണിക്കുകയാണ്. ആത്മാവ് പറയുകയാണ്, നിന്റെ രേഖയെ ഞാൻ ഇന്ന് മാറ്റാൻ പോകുക. ഇന്നലെ വരെ ശത്രു നിന്റെ തലയ്ക്ക് മുകളിൽ എഴുതി വെച്ച സകല രേഖകളും ആത്മാവാം ദൈവം ഇന്ന് തിരുത്താൻ പോകുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പുതിയതൊന്ന് ഞാൻ നിനക്ക് വേണ്ടി ചെയ്യുവാൻ പോകുക. ഇന്നും ഞാൻ അനന്യൻ തന്നെ. എന്റെ കയ്യിൽ നിന്ന് വിടുവിക്കുന്നവൻ ആരുമില്ല. ഞാൻ പ്രവർത്തിക്കും, ആർ തടുക്കും? പരിശുദ്ധാത്മാവ് ഒരു ചോദ്യം നിന്നോട് ചോദിക്കുക, ഞാൻ പ്രവർത്തിക്കും, ആർ തടുക്കും? ആമേൻ. നിന്നെ മുൻപോട്ട് വിടാതോണം നിനക്കെതിരെ എഴുതിയ സകല രേഖകളും ഇന്ന് കർത്താവ് തുടച്ചു കളയാൻ പോകുക. ഒരു ബ്ലാക്ക് ബോർഡിൽ ഡസ്റ്റർ വെച്ച് തുടച്ചു കളയുന്ന പോലെ ചില വ്യക്തികളുടെ രേഖകൾ ആത്മാവിന്ന് തുടച്ചു നീക്കാൻ പോകുക. നിന്റെ ആയുസ്സിനെതിരെ എഴുതിയ രേഖകൾ, ആമേൻ, നിന്റെ കുടുംബത്തിന്റെ സമൃദ്ധിക്കെതിരെ എഴുതിയ രേഖകൾ കടക്കണിയിൽ അകപ്പെടുത്തി മുൻപോട്ട് പോകുവാൻ കഴിയാതെ ഭാരപ്പെടുന്ന വ്യക്തി ജീവിതമേ, നിന്റെ കടക്കണിയെ പരിശുദ്ധാത്മാവിന്ന് പൊട്ടിക്കുക. നിന്നെ സമൃദ്ധിയിലേക്ക് നടത്താൻ പോകുക. എത്ര അധ്വാനിച്ചിട്ടും ഒന്നും മിച്ചം വെക്കുവാൻ കഴിയാതെ കടം വാങ്ങിക്കുന്ന വ്യക്തി ജീവിതങ്ങളെ 4 പേരെ പരിശുദ്ധാത്മാവ് കാണിക്കുക. ആത്മാവ് നിന്നോട് പറയുന്നു, നിന്റെ കടത്തിന്റെ രേഖയെ ഇന്ന് തുടച്ചു കളയാൻ പോകുക. നിന്റെ കടത്തിന്റെ രേഖയെ ഇന്ന് തുടച്ചു കളയാൻ പോകുക. എന്നിട്ട് ആത്മാവ് നിനക്ക് വേണ്ടി പുതിയതൊന്ന് ചെയ്യുവാൻ പോകുക. ഹല്ലേലൂയ, ആമേൻ. ആ പുതിയത് ആഗ്രഹിക്കുന്നവർ കരങ്ങൾ ഉയർത്തിക്കാട്ടെ. ഓ, ഇന്നലെ വരെ അനുഭവിച്ചതോ ഇന്ന് ഈ നിമിഷം വരെ നീ ആയിരുന്നതല്ല, നിനക്ക് വേണ്ടി ആത്മാവ് പുതിയതൊന്ന് ചെയ്യാൻ പോകുക. നിന്റെ രേഖയെ ആത്മാവ് തിരുത്താൻ പോകുക. അതിന് നീ എന്ത് ചെയ്യണം? പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്യണം. നിനക്ക് കർത്താവ് എന്തൊക്കെ തരണമെന്ന് നീ ആഗ്രഹിക്കുന്നോ ആ ആഗ്രഹിക്കുന്ന സകല വിഷയത്തിലും നീ പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്യുന്നെങ്കിൽ എന്റെ കർത്താവ് നിനക്ക് വേണ്ടി ഇന്ന് അത്ഭുതം ചെയ്യും. കൊടുങ്കാറ്റിലും പെരുങ്കാറ്റിലും പ്രവർത്തിപ്പാൻ എന്റെ ദൈവത്തിന് കഴിയും. യഹോവ എന്റെ വെളിച്ചവും എന്റെ രക്ഷയുമാകുന്നു, ഞാൻ ആരെ ഭയപ്പെടും? യഹോവ എന്റെ ജീവന്റെ ബലം, ഞാൻ ആരെ പേടിക്കും? എന്റെ വൈരികളും ശത്രുക്കളുമായ ദുഷ്കർമ്മികൾ എന്റെ മാംസം തിന്നുവാൻ എന്നോട് അടുക്കുമ്പോൾ ഇടറി വീടും. ഒരു സൈന്യം എന്റെ നേരെ പാളയമിറങ്ങിയാലും എന്റെ ഹൃദയം ഭയപ്പെടത്തില്ല. എനിക്ക് യുദ്ധം നേരിട്ടാലും ഞാൻ നിർഭയമായിരിക്കും. അതേ പ്രിയ ദൈവവൈതലേ, ആമേൻ. നിനക്ക് യുദ്ധം നേരിട്ടാലും ഒരു സൈന്യം നിന്റെ ജീവിതത്തിനെതിരെ പാളയമിറങ്ങിയാലും കർത്താവ് നിനക്ക് തുണയുണ്ടെങ്കിൽ നീ പേടിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. ആമേൻ. എന്റെ കർത്താവ് അത്ഭുതങ്ങളുടെ ദൈവമാണ്. ആമേൻ. കൊടുങ്കാറ്റിലും പെരുങ്കാറ്റിലും പ്രവർത്തിപ്പാൻ എന്റെ ദൈവത്തിന് കഴിയും. ആമേൻ. ഒരു സൈന്യമായി നിന്ന് നിന്റെ മുൻപിൽ വന്ന് പാളയമിറങ്ങിയാലും നിനക്ക് ഭയപ്പെടേണ്ട. കാരണം എന്താണ്? കർത്താവ് നിനക്ക് തുണയാണ്. ദാനിയേലിനെതിരെ ആമേൻ ശത്രു അല്ലെ രാജാവ്, ഒരു രാജ്യം മുഴുവൻ ദാനിയേലിനെതിരെ തിരിഞ്ഞു. പ്രിയ ദൈവമക്കളെ, നമുക്കെതിരെ ഇന്ന് വരെ ഒരു രാജ്യം തിരിഞ്ഞിട്ടില്ല. 1-2 വ്യക്തികൾ, 4-5 വ്യക്തികൾ, അല്ലെങ്കിൽ കുറച്ച് വീട്ടുകാർ, ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ പോരാട്ടങ്ങൾ. എന്നാൽ ഈ ബൈബിളിൽ നമ്മൾ വായിച്ചാൽ ദാനിയേലിനെതിരെ രേഖ എഴുതിയിരിക്കുന്നത് ആരാണ്? രേഖ എഴുതിയിരിക്കുന്നത് രാജാവാണ്.
രേഖ എന്തും ചെയ്യുവാൻ അധികാരമുള്ള രാജാവ് രേഖ എഴുതിയിരിക്കുക. ദാനിയേൽ രാജാവിനോട് 30 ദിവസം പ്രാർത്ഥിച്ചില്ലെങ്കിൽ അവനെ സിംഹത്തിന്റെ ഗുഹയിൽ ഇട്ട് കളയും. അത്ര വലിയ പ്രശ്നങ്ങളൊന്നും നമുക്ക് വന്നിട്ടില്ല. എന്നാൽ കർത്താവ് തുണയുള്ളതുകൊണ്ട് ദാനിയേലിന് അതിനെക്കുറിച്ച് ഭയമില്ല. നിനക്കെതിരെ പിശാച് കൊണ്ടിരുന്ന ചില പ്രതിസന്ധികൾ കണ്ട് നീ ഭയപ്പെടേണ്ട ആവശ്യമില്ല. കർത്താവിനെ മുറുകെ പിടിച്ചാൽ, കർത്താവ് നിനക്ക് തുണയായിട്ടുണ്ടെങ്കിൽ നിനക്കതിനെ പേടിക്കേണ്ട ആവശ്യമില്ല. ഇന്നും നീ ഭാരത്തോടാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഈ ഫാസ്റ്റിംഗ് പ്രയറിന്റെ 3-ാമത്തെ ദിവസത്തെ 5-ാമത്തെ സെഷനിലും നീ ഭയന്നിട്ടാണ് ദൈവത്തിന് മുമ്പിൽ ഇരിക്കുന്നത്. എന്തിനാണ്? ശത്രു എനിക്കെതിരെ ആ രേഖ എഴുതിയിട്ടുണ്ട്, എന്റെ തലമുറയ്ക്കെതിരെ ഈ രേഖ എഴുതിയിട്ടുണ്ട്, ജോത്സ്യൻ പണ്ട് പറഞ്ഞ കാര്യങ്ങളുടെ മനസ്സിൽ കിടപ്പുണ്ട്. എന്നാൽ നിനക്കെതിരെ എത്ര ജാതകം എഴുതിയാലും എന്റെ കർത്താവ് ആ ജാതകത്തെ തിരുത്തിയതാ നീ രക്ഷിക്കപ്പെട്ടപ്പോൾ. ഇനിയും പിശാച് നിന്നെ എത്ര ജാതകം കാണിച്ചാലും നിനക്കെതിരെ ജാതകം എഴുതിയിട്ട് അതിനെക്കുറിച്ച് വ്യാധി പിടിച്ചിട്ട് ആധിയായിട്ടിരിക്കുന്ന ചില പ്രിയപ്പെട്ടവരെ ആത്മാവിനെ കാണിക്കുന്നു. പരിശുദ്ധാത്മാവ് നിന്നോട് പറയാ, നിനക്ക് വേണ്ടി എഴുതിയ രേഖയെ ഞാൻ വലിച്ചു കീറി കളഞ്ഞിരിക്കുക. ഒരു ബ്ലാക്ക് ബോർഡിൽ എഴുതിയിരിക്കുന്നത് ഡസ്റ്റർ വെച്ച് തുടച്ചു കളഞ്ഞതുപോലെ നിനക്കെതിരെ എഴുതിയ രേഖയെ ഞാൻ തുടച്ചു കളഞ്ഞു. നിനക്ക് പ്രതികൂലവും വിരോധവുമായിരുന്ന കൈയെഴുത്തിനെ ഞാൻ മായിച്ചു കളഞ്ഞു. യേശുവിന്റെ രക്തത്താൽ അത് മാഞ്ഞു പോയിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ അതിനെ ഓർത്ത് ഭാരപ്പെടണ്ട. നിനക്കെതിരെ ശത്രു എഴുതിയ സകല രേഖയെ യേശുവിന്റെ രക്തം, ആമേൻ, യേശുവിന്റെ രക്തം നീ പറഞ്ഞപ്പോൾ, അത് നീ രക്ഷിക്കപ്പെട്ടപ്പോൾ, ക്രൂശിൽ നിനക്ക് വേണ്ടി എന്റെ കർത്താവ് തന്റെ അവസാന തുള്ളി രക്തം വരെ ഊച്ചപ്പോൾ നിനക്ക് വേണ്ടി എഴുതിയിരുന്നത് വിരോധവും പ്രതികൂലമായിരുന്ന സകല കൈയെഴുത്തിനെയും അവൻ മായിച്ചു കളഞ്ഞു. ക്രൂശിൽ അവൻ നമുക്ക് വേണ്ടി ജയോത്സവം കൊണ്ടാടി. നീയും ഞാനും ദുഃഖിച്ചിരിക്കേണ്ടവരല്ല, നീയും ഞാനും വേദനിച്ചിരിക്കേണ്ടവരല്ല, നീയും ഞാനും സന്തോഷിക്കേണ്ടവരാണ്. എവിടെ? കർത്താവിന്റെ സന്നിധിയിൽ. കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ എന്ന് പിന്നെയും ഞാൻ നിങ്ങളോട് പറയുന്നു. വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയാണ്, കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ. നീ സന്തോഷിച്ചാൽ മാത്രമേ പിശാച് തോറ്റുപോകത്തുള്ളൂ. നീ ദുഃഖിച്ചിരുന്നാൽ സാത്താന് വലിയ സന്തോഷമാ. എന്നാൽ പരിശുദ്ധാത്മാവ് നിന്നോട് പറയാ, കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ എന്ന് ഞാൻ പിന്നെയും നിങ്ങളോട് പറയുക. നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ. കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു. ഒന്നിനെ കുറിച്ചും വിചാരപ്പെടേണ്ട. എല്ലാറ്റിനും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങളെ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കുക. എത്ര വേണം? എന്താണ് പ്രിയപ്പെട്ടവരെ? പ്രാർത്ഥനയും അപേക്ഷയൊക്കെ സ്തോത്രത്തോടുകൂടെ കർത്താവിന്റെ കരങ്ങളിലോട്ട് കൊടുക്കുന്നത്. നമ്മുടെ കർത്താവ് സ്തുതികളിന്മേൽ അധിവസിക്കുന്നു. ആ സ്തോത്രത്തോടുകൂടി കർത്താവിന്റെ കരത്തിലോട്ട് കൊടുത്താൽ അവൻ അത് ഏറ്റെടുത്തിട്ട് നിനക്കധികം പ്രയാസമുള്ള കാര്യം പെട്ടെന്ന് ഫയൽ എടുത്തിട്ട് ആമൻ തീർത്തു തരുന്ന പോലെ നിനക്ക് വേണ്ടി എഴുതി സൈൻ ചെയ്തും തരുന്ന ദിവസമാ ഇന്ന്. നിന്റെ ഫയൽ പുറത്തെടുക്കുന്ന ദിവസമാ. നാളുകളായി നിയമ കുരുക്കിനകത്ത് അകപ്പെട്ട് കിടക്കുന്ന വിഷയത്തിന്മേൽ പരിശുദ്ധാത്മാവ് നിന്റെ ഫയൽ എടുക്കാൻ പോവാ. അബ്രഹാമിന്റെ വീട്ടിൽ വന്ന ദൂതനെ സൽക്കരിച്ചപ്പോൾ അബ്രഹാമിന് അടച്ചു വെച്ച ഫയൽ നിമിഷങ്ങൾക്കുള്ളിൽ എടുത്ത് അബ്രഹാമിന് ഇസഹാക്കിനെ വാഗ്ദത്തമാ സന്തതിയെ കയ്യിൽ കൊടുത്തതുപോലെ നിന്റെ അടച്ചു വെച്ച ഫയൽ ഇന്ന് പരിശുദ്ധാത്മാവ് പുറത്തെടുക്കുക. നീ എന്റെ കർത്താവിനെ ശുശ്രൂഷിക്കുവാൻ, എന്റെ ദൈവത്തെ ആരാധിക്കുവാൻ ഈ OSL വന്ന 1-ാം നിമിഷം തന്നെ നിന്റെ ഫയൽ ആത്മാവ് പുറത്തെടുത്തു കഴിഞ്ഞു. പരിശുദ്ധാത്മാവ് നിന്റെ ഫയൽ പുറത്തെടുത്തു. ഇനിയും നിനക്ക് വേദനിക്കേണ്ട ആവശ്യമില്ല. നാളുകളായി മുടങ്ങിക്കിടന്ന ചിലത് ഇന്നത്തെ ദിവസം നീ കുറിച്ചിട്ടോ, നിനക്ക് ഓപ്പൺ ചെയ്തു തരുന്ന ദിവസമാണ്. പരിശുദ്ധാത്മാവ് നാളുകളായി മാസങ്ങളായി നിയമ കുരുക്കളിൽ അകപ്പെട്ടിട്ട് ഒരിക്കലും തീരാത്ത വിഷയങ്ങളുമായി വന്നിരിക്കുന്ന വ്യക്തിയെ ആത്മാവ് നിന്നോട് പറയുക, നിന്റെ ഫയൽ പുറത്തെടുത്ത് തീർപ്പ് കൽപ്പിക്കാൻ പോവുക. ദർശനത്തിന് അവനൊരു അവധി വെച്ചിരിക്കുന്നു. അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. വൈകിയാലും വരും, വരിക തന്നെ നിശ്ചയം, താമസിക്കത്തില്ല. ഇല്ല, ഇനി എത്രയോ ദിവസം നീ ദീർഘമായിട്ട് താമസിച്ചു പോയെന്ന് വിചാരിച്ച് വ്യാകുലപ്പെടേണ്ട. നിന്റെ ഫയൽ ആത്മാവ് എടുത്തു കഴിഞ്ഞു. പരിശുദ്ധാത്മാവ് അതായി സൈൻ ചെയ്തു കഴിഞ്ഞു. അതിന് തീർപ്പ് കൽപ്പിച്ചു തരുന്നു.
അവൻ ദാനിയേലിനെതിരെ രേഖ എഴുതിയെന്ന് അറിഞ്ഞപ്പോൾ താൻ വീട്ടിൽ ചെന്നു. നമ്മളാണെങ്കിൽ രേഖ എഴുതിയെന്ന് അറിഞ്ഞാൽ ഉടനെ തന്നെ ഉന്നത അധികാരികളെ കാണാനാ പോകുന്നത്. പക്ഷെ പ്രാർത്ഥിക്കുന്നവൻ കർത്താവ് എനിക്ക് തുണയെന്ന് പറഞ്ഞവൻ എങ്ങോട്ട് പോയി? തൻ്റെ വീട്ടിലേക്ക് പോയി. എല്ലാവരുടെയും സ്വസ്ഥത അനുഭവിക്കുന്ന, എല്ലാവരും വിശ്രമിക്കുന്നത് അവനവൻ്റെ ഭവനത്തിൽ, അവരവരുടെ ഭവനത്തിൽ ചെന്ന്. അവരവരുടെ ഭവനമാണ് ഏറ്റവും വലിയ സ്വർഗം. അവിടെ ചെന്ന് ആമേൻ നമ്മൾ വിശ്രമിക്കുമ്പോഴാണ് നമുക്ക് കുറച്ച് സമാധാനം കിട്ടുന്നത്. എന്നാൽ ഈ രേഖ എഴുതിയിരിക്കുന്നെന്ന് അറിഞ്ഞപ്പോൾ ദാനിയേൽ മറ്റൊരുത്ത വേഗം കാണാൻ പോയില്ല. കാര്യം ദാനിയേൽ കർത്താവിനെ തുണയായിട്ട് നിർത്തിയിരിക്കുക. ദാനിയേലിന് ഉറപ്പുണ്ട്, കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കത്തില്ല. ആരൊക്കെ എന്തൊക്കെ എനിക്കെതിരെ പ്രവർത്തിച്ചാലും, ഒരു രാജ്യം എനിക്കെതിരെ ആമൻ വന്നാലും, ഒരു സൈന്യം എൻ്റെ നേരെ പാളയമിറങ്ങിയാലും എൻ്റെ ഹൃദയം ഭയപ്പെടത്തില്ലെന്നുള്ള ഉറച്ച ആമൻ വിശ്വാസവും ആമൻ കർത്താവിലുള്ളവന്റെ ആശ്രയവും നിമിത്തമാണ് അവൻ സ്വസ്ഥമായിട്ട് അവനെ വീട്ടിലോട്ട് പോയത്. പ്രിയപ്പെട്ട ദൈവപൈതലേ, നീയും ഞാനും അനുഭവിക്കുന്ന സകല പ്രതിസന്ധിയുടെയും പരിഹാരം ലഭിക്കാത്തത് മുട്ടുമടക്കാത്തതുകൊണ്ടാണ്. കർത്താവിന്റെ സന്നിധിയിൽ നിന്റെ വിഷയവുമായിട്ട് നീ മുട്ടുമടക്കുന്നെങ്കിൽ അവൻ നിനക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യും. നീ ആരുടെയും അടുക്കിലേക്ക് ഓടണ്ട. രേഖ എഴുതിയേക്കെന്ന് പറഞ്ഞ ജോൾസിന്റെ അടുക്കിലേക്ക് പോകണ്ട, അധികാരികളുടെ അടുക്കിലേക്ക് പോകണ്ട, മിനിസ്റ്റർ അടുക്കിലേക്ക് പോകണ്ട, വലിയ ആരുടെ അടുക്കിലേക്ക് പോകണ്ട. സർവശക്തനായ എന്റെ കർത്താവിന്റെ അടുക്കിലോട്ട് നീ ചെന്നാൽ നിനക്ക് വേണ്ടി എന്റെ ജാമ്യക്കാരൻ ഉയരത്തിൽ, എന്റെ സാക്ഷി സ്വർഗത്തിലാകുന്നു. പ്രിയപ്പെട്ട ദൈവമേ, ദൈവ പൈതലേ, നിയമക്കുരുക്കിൽ അകപ്പെട്ട വ്യക്തിയെ നിന്നോട് പരിശുദ്ധാത്മാവ് ഈ പകൽക്കാലം പറയാ, നിന്റെ ജാമ്യക്കാരൻ ഉയരത്തിലാണ്, നിന്റെ സാക്ഷി സ്വർഗത്തിലാണ്. നിനക്ക് വേണ്ടി സാക്ഷി പറയുവാൻ ഇവിടെ പല കള്ള സാക്ഷികളും ഉണ്ടായിരിക്കാം. എന്നാൽ ആത്മാവ് നിന്നോട് പറയാ, ആത്മാവാം ദൈവം നിന്നോട് ആലോചന പറയാ, നിന്റെ സാക്ഷി ഉയരത്തിലാണ്. എത്ര നാളായി നിന്റെ കാലിന് പ്രയാസം തുടങ്ങിയിട്ട്? കുറച്ച് ദിവസം ഞാൻ ഗുളിക കഴിച്ചാൽ ജോലിക്ക് പോകുന്നത്. കഴിഞ്ഞ ദിവസം ഹാഫ് ഡേ ചെയ്യാൻ പറ്റുള്ളൂ. ഒത്തിരിയാ നടക്കുന്നേ. വലിയ പാടാണ്, വലിയ പാടാ. ഇരിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതെ, ഇപ്പം നിന്നെ ഓടിക്കാൻ പോവാ. നിന്റെ മുഴുവൻ രോഗം ഇപ്പം മാറ്റുക. ഒന്ന് ചിരിക്ക്. ചിരി ഫ്രീയാ. ചിരിക്കുന്നതിനോട് ഒരു പൈസയും കൊടുക്കണ്ട, ഫ്രീയാ. ഇപ്പം കർത്താവ് നിന്നെ വിടുവിക്കാൻ പോവാ. ദ നെയിം ഓഫ് ജീസസ്. അവൻ എന്തിയാ നിൽക്കുന്നത്? ഒരു കാലം മേപ്പോട്ട് വെച്ചാണ് നിൽക്കുന്നത്. കാരണം അവൻ്റെ ഇവിടുന്ന് തുടങ്ങിയ പ്രശ്നമാണ്. ഇവൻ്റെ കാലിൻ്റെ പത്തി വരെ അവൻ നീരും കഴപ്പും വേദനയും ഉള്ളവനത്രേ. പക്ഷെ യേശുവിനെ തൊടാൻ പോവാ. ഹീലിംഗ് പവർ, ബ്ലഡ് ഓഫ് ജീസസ്. ഒരു ചെറിയ സോള പാടാ മോനെ. ഹീലിംഗ് പവർ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. ഹല്ലേലൂയ, 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 ആമേൻ. ആശ്വാസം നീയേ, ആശ്രയം നീയേ, അങ്ങേ ഞാൻ ആരാധിക്കും. ഇമ്പം നീയേ, യേശു ജീവിക്കുന്നു. അങ്ങേ ഞാൻ ആരാധിക്കും. അങ്ങേ ഞാൻ ആരാധിക്കും. യേശുവിന്റെ ശക്തി. അങ്ങേ ഞാൻ ആരാധിക്കും. ഇനി ഒരു സാക്ഷ്യം കേൾക്കണ്ട, നിങ്ങൾ കണ്ടോണ്ട് നിൽക്കുക. ബ്രദറെ, എന്താ സംഭവിച്ചേ? കുറെ നാളുകളായിട്ട് എനിക്ക് നടുവിന് ഭയങ്കര വേദനയായിരുന്നു. അപ്പം എൻ്റെ വൈഫും എൻ്റെ കുഞ്ഞും അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ പോയിട്ട് ഹാഫ് ഡേ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞ് മറ്റേ ഞാൻ തിരിച്ചു വരുമായിരുന്നു. അപ്പോൾ അത് പറഞ്ഞ് ഹാഫ് ഡേ ആണെന്ന് പൈസ കുറേ പൈസ എനിക്ക് തരുന്നുള്ളായിരുന്നു. കാരണം എനിക്ക് അതുപോലെ വയ്യായിരുന്നു. അപ്പോൾ രാജു എൻ്റെ വൈഫ് പറഞ്ഞു, ഒന്നാം അടുത്ത വീട്ടിൽ ആരാധനയ്ക്ക് പോകുമെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ പറഞ്ഞു, ഞാൻ ജീസസ് വയസ്സിൽ ഇന്ന് പോകുന്നുള്ളെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ന് എൻ്റെ ദിവസമാണ്, എൻ്റെ കർത്താവ് എന്നെ വിടുവിക്കും എന്ന് പറഞ്ഞു. വിശ്വാസത്താല് അവന്റെ രോഗം ദൈവം കാണിച്ചു തന്നെ ഈ സ്റ്റേജിൽ നിന്ന്. നിങ്ങൾ കൺമുമ്പിൽ കണ്ടു അവനെ യേശു സൗഖ്യമാക്കിയത്. ഇപ്പൊ ഒരു വേദനയില്ല, ഇല്ല, ഒന്നുമില്ല. ആൾ മാറിയതുപോലെയായി. ഞങ്ങൾ ശുശ്രൂഷിച്ച ശുശ്രൂഷ
നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് വിശ്വസിക്കട്ടെ. നിങ്ങളുടെ മനസ്സിൽ പരിശുദ്ധാത്മാവ് പറയുന്നില്ലേ ഇപ്പോൾ ഒന്ന് പ്രാർത്ഥിക്കണമെന്ന്? നിങ്ങൾ 2 കൈകളും ചേർത്ത് പിടിക്കുക. മുഴങ്കാലിൽ നിൽക്കാമെങ്കിൽ നിൽക്കുക. ഞാൻ പ്രാർത്ഥിക്കാൻ പോവാം. ലവ് യു ഫാദർ, യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കും. ഇൻ ദ നെയിം ഓഫ് ജീസസ്. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന ജനലക്ഷങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരെ അലട്ടുന്ന രോഗങ്ങൾ, അവരെ അലട്ടുന്ന പൈശാചിക ശക്തികൾ, അവരെ അലട്ടുന്ന ശാപങ്ങൾ, അവരുടെ ജീവിതത്തിന്റെ തകർച്ചകൾ യേശുവിന്റെ നാമത്തിൽ നീങ്ങിപ്പോകട്ടെ കർത്താവ്. ദ മൈറ്റി നെയിം ഓഫ് ജീസസ്. ഇപ്പോൾ തന്നെ ഒരു സൗഖ്യം അവരുടെ മേൽ നടക്കട്ടെ, ഒരു അത്ഭുതം നടക്കട്ടെ. കടക്കണികൾ പൊട്ടട്ടെ, മദ്യപാനങ്ങൾ മാറട്ടെ, പിശാചിന്റെ ശക്തികൾ ബന്ധിക്കപ്പെടട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ് അത്ഭുതങ്ങൾ സംഭവിച്ചു തുടങ്ങട്ടെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ്. കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതുകൊണ്ട് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.